വളരെ രസകരമായിട്ടുള്ള കുറച്ച് എപ്പിസോഡുകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതെ അതെ അതെ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് ഇപ്പോൾ ഈ വ്രതശുദ്ധിയുടെ മാസമാകുമ്പോൾ ആളുകൾക്കൊരു ഡൊണേഷൻ അല്ലെങ്കിൽ സക്കാത്ത് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു കോൺസെപ്റ്റാണ് അല്ലേ. ഉള്ളതിൻ്റെ വിഹിതം ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളത്. അത് ആക്ച്വലി അതൊരു എനിക്ക് തോന്നുന്നത് ഒരു മനുഷ്യരെല്ലാവരും അതൊരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിട്ട് മാറും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൂടുതൽ ആഡ് ചെയ്യാനും ഒരു മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിദഗ്ധൻ എന്ന രൂപത്തിലും ഒരു ലീഡർഷിപ്പ് വിദഗ്ധൻ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടാവുമല്ലോ. എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ അതുമായിട്ട് ബന്ധപ്പെട്ട്? ഇത് ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമാക്കി പഠനത്തിന് വിധേയമാക്കിയ ഒരു വലിയ ഫിനാൻഷ്യൽ പ്രിൻസിപ്പിളാണ്. ലോകത്തെമ്പാടും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു വിഷയമൊന്നുമല്ല. അതായത് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. വെൽത്ത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ഇത്രയും കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് വളരെ ക്ലാസിക്കലായിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു പ്രോസസ്സാണ് സക്കാത്ത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ വശത്തിലേക്ക് സംസാരിക്കാൻ ഞാൻ ആധികാരികമായിട്ട് പറയാൻ ആളല്ല. പക്ഷെ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡ് ഒന്ന് പരിശോധിച്ചാൽ ഇത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നൊരു പ്രോസസ്സല്ല ഇത്. ശരിക്കും മനുഷ്യന് കിട്ടേണ്ട അർഹമായ സമ്പത്ത്, മനുഷ്യർക്ക് കിട്ടേണ്ട സമ്പത്ത് ദൈവം ചില മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കും. അമാനത്തെന്ന് പറയും. നമ്മളൊക്കെ കെയർ ടേക്കേഴ്സാണ്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരു മനുഷ്യന് കിട്ടേണ്ട സമ്പത്ത് എന്നിൽ തന്നിരിക്കുക ആസ് എ കെയർ ടേക്കർ. അത് ഒരു വർഷം തീരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ അത് അയാൾക്ക് കൊടുക്കണം. പലപ്പോഴും ദാനം ഈ ഔദാര്യമായിട്ടൊക്കെ കൊടുക്കുമല്ലോ. അവന് കൊടുക്കേണ്ടതാണ്, ഒരു ഔദാര്യമായിട്ടൊക്കെ കൊടുക്കും. ഇത് ഔദാര്യമല്ല, അവൻ്റെ അവകാശമാണ്. ഇത് ഔദാര്യമായിട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇതൊരു നിർബന്ധ ബാധ്യതയൊക്കെ മാറുന്നത്. കാര്യം ഔദാര്യമല്ലേ, എൻ്റെ ഔദാര്യം, എൻ്റെ കാരുണ്യം. എടാ ഇത് കാരുണ്യമല്ല, ഔദാര്യമൊന്നുമല്ല, അത് അവൻ്റെ അവകാശമാണ്. എനിക്ക് തന്നിട്ട് എന്നെ പരീക്ഷിക്കുക കൊടുക്കോ ഇല്ലയോ നോക്കാൻ. ആയിഷ ഉമ്മ ഒരിക്കൽ നമ്മൾ ഇതേ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തതാണ്. ചില്ലറ പൈസ അത്തറൽ മുക്കിയിട്ട് കൊടുത്തത്. എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തത് എൻ്റെ ദൈവത്തിനാണ്. നിങ്ങൾ കണ്ടത് മുന്നിൽ നിന്ന കുറച്ച് മനുഷ്യരെയാണ്, ഞാൻ കൊടുത്തത് എൻ്റെ ദൈവത്തിനാണ്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട്, ഇത് എൻ്റെതല്ല എന്നൊരു കാഴ്ചപ്പാട്, ഉള്ളതെല്ലാം എൻ്റെതല്ല, ഉള്ളതെല്ലാം എന്നിലേക്ക് മറ്റുള്ളവരിലേക്ക്, എന്നിലൂടെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാനായി എന്നെ പരീക്ഷിക്കുകയാണെന്നൊരു ബോധം വന്നാൽ ചാരിറ്റി റെസ്പോൺസിബിലിറ്റിയായി മാറും. അല്ലെങ്കിൽ ചാരിറ്റി ചിലർ കച്ചവടമാക്കും, ചാരിറ്റി ഫെയിമാവും, ചാരിറ്റി നമ്പേഴ്സാക്കും, ചാരിറ്റി വിസിബിളാക്കും. ചാരിറ്റി അങ്ങനെയൊന്നും ആക്കാൻ പറ്റില്ല. ചാരിറ്റി എന്ന് പറയുന്നത് റെസ്പോൺസിബിലിറ്റിയാണ്. അതൊന്നും എൻ്റെ അല്ല. ഞങ്ങൾ ഹ്യൂമാൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഈ കഴിഞ്ഞ ഡിസംബർ 14 ചെയ്തതിന് ശേഷം ഒരുപാട് പേര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു, ചാരിറ്റി ഏറ്റെടുത്തില്ല. നമുക്കറിയാവുന്ന സ്റ്റേജിൽ നിന്ന് അപ്പം തന്നെ ഡിക്ലെയർ ചെയ്ത പല ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് നിരന്തരമായി ഇപ്പോൾ ഇബാദ് ഭായിക്ക് അറിയാവുന്ന ജാമിൽ ഒപ്റ്റിക്കൽസിലെ അഷ്റഫ് സാഹിബ് ഈ റമദാനിൽ നടക്കുന്ന എൻറ്റയർ ബിസിനസിൻ്റെ 3% പീസ് വാലിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. 3%. പ്രോഫിറ്റിന്റെ അല്ല, ലാഭത്തിന്റെ വീതം കൊടുക്കുന്നവരെയൊക്കെ നമുക്കറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിരിച്ചു കൊടുക്കുന്ന അറിയാം. ആ വലിയ 30 വർഷമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയ ബിസിനസ് എംപയറിന്റെ കംപ്ലീറ്റ് ബിസിനസ് ടേൺ ഓവറും 3% എടുത്ത് പീസ് വാലിയിൽ കൊടുക്കാമെന്ന് നിയത്ത് വെച്ചേക്കാം. അത് ഭയങ്കര വലിയൊരു സൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നടത്തുക. ഞാനാ മക്കളെ ട്രെയിൻ ചെയ്തേ. ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത് പീസ് വാലിയിൽ ഇന്ന എമൗണ്ട് കൊടുക്കണം, അതിന് എന്തൊക്കെ ചെയ്യും, എത്ര ബിസിനസ് കിട്ടുമോ അതിൻ്റെ 3%. ഇപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ കുട്ടികളുടെ സെയിൽസുകാരൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. കച്ചവടം ചെയ്ത് ഇൻസെൻറ്റീവ്സ് മേടിക്കാനല്ല, ആ പാലിയേറ്റീവ് കെയറിൽ പൈസ എത്തിക്കണം. കച്ചവടം ഇമ്പ്രൂവ് ആവുമെന്നേ. അതായത് വലിയൊരു പർപ്പസിൻ്റെ പിറകെ നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മുടെ ഗോൾസൊക്കെ ഈസി ആയിട്ട് അച്ചീവ് ആവും. അപ്പം റമദാൻ തരുന്ന ഒരു വലിയ സന്ദേശം, നമ്മൾ ഈ പറയുന്ന ഒരു പീരീഡിൽ നമ്മൾ ഈ വെൽത്ത് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും തോറും ദ മോർ യു ഗീവ് ദ ബെറ്റർ യു ഏൺ. നമ്മൾ അറിയാത്തത് കൊണ്ടാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വിഷയം. കൊടുക്കുന്നിടത്ത് നല്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ വിചാരിക്കും ഞാൻ ഇന്നയാൾക്ക് കൊടുത്തത്, എനിക്ക് അയാളൊന്നും തന്നില്ലല്ലോ.
എടാ പഹയ, നീ ആൾക്കല്ല കൊടുത്തത്, മേടിച്ചത് മേളിൽ നിന്നൊരാളാ, തന്നതും ആള് തന്നെ. അത് തന്നതും ആളാ. തന്ന ആൾക്ക് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് എവിടെയാ പോണേ? തിരിച്ചങ്ങോട്ടാ പോണേ. എന്തുകൊണ്ട് പോവും? ഒന്നും കൊണ്ടുപോവില്ല. അത്രയുള്ള പിന്നെ എന്തിനാ നമ്മൾ ഇതിങ്ങനെ പൂട്ടി വെക്കുന്നത്? അതുകൊണ്ടാണ് ഫവൈലുൻ ലിൽ മുസല്ലീൻ എന്നാ പറഞ്ഞത്. നിസ്കരിക്കുന്നവർക്ക് മുസല്ലീൻ, ഫവൈലുൻ ലിൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവർക്ക് നരകം. ദൈവം പറയാ നിസ്കരിക്കുന്നവർക്ക് നരകം എന്ന് പറയാ. വൈലെന്ന നരകം ആർക്കാ? കള്ളു കുടിക്കുന്നവനെന്നല്ല പറഞ്ഞത്, വ്യഭിചരിക്കുന്നവനെന്നല്ല പറഞ്ഞത്, നിസ്കരിക്കുന്നവനാ. എങ്ങനെ നിസ്കരിക്കുന്നവൻ? അനാഥയെ പരിഗണിക്കാതെ നിസ്കരിക്കുന്നവൻ, അഗതിക്ക് ആശ്രയമില്ലാത്ത ഒരുത്തന്, ഒരു മനുഷ്യന് ആഹാരം എത്തിക്കാൻ പ്രേരിപ്പിക്കാതെ നമസ്കരിക്കുന്നവന് ഫവൈലുല്ലിൽ മുസല്ലീൻ. അങ്ങനെ നിസ്കരിക്കുന്നവന് സാഹൂനാണ്. സാഹൂൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് നിസ്കരിക്കൂല, ആരെങ്കിലും കാണിക്കാൻ നിസ്കരിക്കുന്നവനായിരിക്കും. ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ വയംനഊന മാഊൻ. അപ്പം സാഹൂനും മാഊനും ഒക്കെ ആയി പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിസ്കരിക്കുന്നതിൽ എന്താണ് പ്രോപ്പറായിട്ടുള്ള ഫോക്കസും കോൺഷ്യസ്നെസ്സും ഒന്നുമില്ലാതേക്ക് നിസ്കരിച്ച് പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അഗതിയെ പരിഗണിക്കാത്തത് കൊണ്ടാണ്, പാവപ്പെട്ടവനെ പരിഗണിക്കാത്തത് കൊണ്ടാണ്, അനാഥയെ ചേർത്ത് പിടിക്കാത്തത് കൊണ്ടാണ്. അപ്പം ഈ പറയുന്ന വിശ്വാസം നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കണം. നിസ്കരിച്ച് കഴിഞ്ഞാൽ, നോമ്പ് പിടിച്ചാൽ, സക്കാത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കർമ്മങ്ങൾ ചെയ്താൽ എല്ലാം ആവുമെന്ന് വിചാരിക്കണ്ട. അതിനും അപ്പുറം മനുഷ്യരിലേക്ക് ഇറങ്ങിത്തിരിക്കണം. അതിനാണ് ഈ 30 ദിവസം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം ആരുമില്ലാത്ത കുറേ മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിച്ച് 30 ദിവസം അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. അവർക്ക് ആഹാരം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, സക്കാത്ത് കൊടുക്കുക, അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത്തരം കർമ്മങ്ങൾ ചെയ്ത് ഈ പറയുന്ന നമ്മളുടെ പേഴ്സണാലിറ്റിയെ, നമ്മളുടെ ക്യാരക്ടറിനെയൊക്കെ ട്രാൻസ്ഫോം ചെയ്യുക. അതിലേറ്റവും ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ വെൽത്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാര്യം ബാക്കിയെ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും, പക്ഷേ നമ്മളിരിക്കുന്ന സമ്പത്ത് കൊടുക്കുമ്പോഴാണല്ലോ ഇടങ്ങേറാവുന്നത്. അല്ലേ? സമ്പത്ത് കയ്യിരിക്കുന്ന സമ്പത്ത് കൊടുക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ആ പ്രയാസമുള്ള കാര്യം ഈ മാസം ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്താൽ പ്രയാസമില്ലാത്ത പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും.